ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നിപ്പോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്യാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നിപ്പോ ചോറും നമുക്ക് ചിക്കൻ കറി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ കറിയുടെ കൂടെ ഏട്ടനും ഇവാനയ്ക്കും പരിപ്പ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ചിക്കൻ കറി എപ്പോ വെച്ചാലും പരിപ്പ് കറി വെക്കും ചോറിന്റെ കൂടെ ആണെങ്കിൽ. അപ്പൊ ഇന്നിപ്പോ ചോറും ചിക്കൻ കറിയും പരിപ്പ് കറിയും കഴിക്കാം. ഇനിയിപ്പോ ഇവാനയ്ക്ക് ക്ലാസ് ഉണ്ട് വൈകുന്നേരം, രാവിലത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ഇന്നിപ്പോ സാറ്റർഡേ ആണ്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇന്നത്തെ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് വാഷ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും പൊട്ടറ്റോ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇവാനക്കുട്ടി വന്നപ്പോൾ ഇവാനയ്ക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് രാവിലെ പരിപ്പ് വയ്ക്കാം. അപ്പോൾ ഞാൻ വെച്ചു ഫസ്റ്റ് പരിപ്പ് വയ്ക്കാം. പരിപ്പ് വറുത്തിട്ട് വേണം കേട്ടോ വെക്കുന്നത്. കാരണം ഈ പച്ചപ്പയറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ പച്ചപ്പയർ എടുക്കുമ്പോൾ വറുത്ത് പൊടിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പയർ അവിടെ കിടന്ന് റെഡി ആവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഡാലും കൂടെ മിക്സ് ചെയ്താട്ടോ പരിപ്പ് വയ്ക്കുന്നത്. അപ്പോൾ ഡാൽ ഒരു ബൗളിലിട്ട് കുറച്ചെടുത്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി പച്ചമുളക്. അപ്പൊ ഇത് പരിപ്പ് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് പയറ്. അപ്പൊ ഇനിയിപ്പോ ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ ആ സമയം കൊണ്ട് തേങ്ങയില്ല, അപ്പൊ തേങ്ങയും കൂടെ തിരുകാനുണ്ട്. കുറച്ച് തേങ്ങ തിരിക്കുക. പരിപ്പിനും മാത്രം മതി, കപ്പയ്ക്കും പരിപ്പിനും മാത്രം കുറച്ച് തേങ്ങ മതി. ഇവിടെ തേങ്ങ തിരുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇവിടെ ഇങ്ങനെ ഇതില്ല കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ ചേർന്ന് വേണം തിരുകാനായിട്ട്. അപ്പോൾ അങ്ങനെ തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പയർ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ക്രഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലി ഇങ്ങനെ സെപ്പറേറ്റ് വരും കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് 2-3 വെള്ളം വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊലി സെപ്പറേറ്റ് ടോപ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മുകളിലായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ പരിപ്പ് ഇങ്ങനെ വേകുന്ന ടൈമിൽ പുറത്ത് തെറിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപ്പ് അടച്ച് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി വെക്കാനുള്ള എല്ലാം തൊലിച്ചെടുക്കാം. കാരണം ചിക്കൻ വെള്ളത്തിൽ ഇട്ടിട്ടുള്ളൂ, ഇതുവരെ ഇളവി വന്നിട്ടില്ല. അപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നമുക്ക് തൊലിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിലേക്ക് തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് അരച്ചേക്കുന്നത്. ഒരു പച്ചമുളക് അരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് താളിച്ചാൽ മതി, നിർബന്ധമില്ല. പക്ഷേ ഞാൻ കടുക് താളിക്കത്തില്ല കേട്ടോ. അതിന് പകരം മേളിലായിട്ട് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മെയിനായ ചിക്കൻ കറി വെക്കാം. ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ കുറച്ച് സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില, തേങ്ങ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, വറ്റൽമുളക്, തക്കാളി, പച്ചമുളക്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം ബേ ലീഫും പിന്നെ നമ്മുടെ വറ്റൽമുളക് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്ന് ബ്രൗണായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി തല്ലി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയും കൂടെ എടുക്കാം. ചെറിയ ഉള്ളി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ സവാളയും ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വരണ്ട് വരട്ടെ. കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ചിക്കൻ വാഷ് ചെയ്തെടുത്തത് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫ്രൈയും കൂടെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറിൽ നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി 1 സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി തീർന്നു കേട്ടോ, അതാണ് ഞാൻ കുപ്പിയോടെ തട്ടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. നിങ്ങൾക്കറിയാലോ ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകും കേട്ടോ. എനിക്ക് എന്ത് വീണാലും അപ്പം തന്നെ തുടയ്ക്കണം കേട്ടോ. അപ്പോൾ അത് തുടച്ച് പിന്നെ ഞാൻ കപ്പയും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് റെഡിയായി വരട്ടെ. അപ്പോൾ ആ സമയത്ത് ഇവാനയ്ക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഐസ് വാട്ടർ കുടിക്കുന്ന അവളുടെ മെയിൻ ഹോബിയാണ്. അപ്പോൾ ഞാൻ ടാങ്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ലോണ്ടറിയിൽ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതെടുത്ത് വിട്ടിട്ട് വരാം. ഇപ്പോൾ ലോണ്ടറി എടുക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇവാന വരും കേട്ടോ. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും. ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ 1 സ്പൂൺ നിറച്ച് മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇടുക. അത് ഇട്ടിട്ട് നല്ല പോലെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ല ബ്രൗൺ കളർ ആവട്ടെ. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന വീഡിയോ എനിക്ക് തോന്നുന്നു എഡ് ചെയ്ത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഓണിയനും കുക്കുംബറും കട്ട് ചെയ്തെടുക്കുവാണ്. നമുക്ക് കുറച്ച് സലാഡും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് അവിടെ കിടന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ കണ്ട ഗൈസ്, നമ്മുടെ ചിക്കൻ കറിയുടെ കളർ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതാ ഏട്ടൻ്റെ ഫേവറേറ്റ് ആയ പപ്പടം മറന്നുപോയി. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. കാരണം പരിപ്പുണ്ടെങ്കിൽ ഏട്ടന് പപ്പടം ഇല്ലാതെ പറ്റത്തില്ല. അത് ഇവാനയ്ക്കും പപ്പടം വേണം. അപ്പോൾ രണ്ടുപേർക്കും കൂടെ അതായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. Super guys, അടിപൊളി മസ്ത്. ചിക്കൻ അടിപൊളി മോസ്ട്രായി. അപ്പൊ ഇനി കഴിച്ചിട്ട് വേറെ ലെവൽ ഗൈസ്. ചിക്കൻ കറിയൊക്കെ പൊളി ടേസ്റ്റ് കേട്ടോ, നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. എന്താണ് സലാഡും കൊടുത്തേ? ഇത് പണ്ട് തൊട്ടുള്ള ഒരു കോമ്പിനേഷൻ കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഇതാണ് കേട്ടോ കോമ്പിനേഷൻ. ചിക്കൻ കറി, പരിപ്പ്, നമ്മുടെ കുറച്ച് സലാഡ്, അച്ചാറ്, ചിക്കൻ ഫ്രൈ. വേറെ ലെവലാണ് കേട്ടോ കോമ്പിനേഷൻ. ഇതെന്നും ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. പക്ഷേ ഇവാനയ്ക്ക് സെപ്പറേറ്റ് വേണമെന്ന് പറയും, പ്ലേറ്റിൽ കൊടുക്കും. എല്ലാം ഇങ്ങനെ ഞവടി വെക്കും, ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വാരി കൊടുക്കണം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ ഇവാനയ്ക്ക് ചോറ് എടുത്തു. അപ്പോൾ അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇവാനെ നെയിൽ കട്ട് ചെയ്യണം, നെയിൽ പോളിഷ് ഇടണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അവരുടെ സ്കൂളിൽ എന്നും ചെക്ക് ചെയ്യും കേട്ടോ നെയിൽ കട്ട് ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പം എല്ലാ സാറ്റർഡേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്യാറുണ്ട്. അപ്പം നെയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നെയിൽ പോളിഷ് ഇടണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാൻഡിലിടുമ്പോൾ 2 ഹാൻഡിലിടണം, പിന്നെ കാലിടണം, പിന്നെ കാലിലും കയ്യിലും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഇവിടെ കിടക്കുന്നുണ്ടോ, എത്ര ഹാപ്പി ആയിട്ട് കിടക്കുന്നറിയോ. അപ്പൊ ഇത്രയും നേരം ചോറ് കഴിച്ച ക്ഷീണത്തിൽ ഇത്രയും നേരം ഉറക്കമായിരുന്നു. ഇന്ന് ഇവാനയ്ക്ക് ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവാനയും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവാന എണീറ്റില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ ഇവാനെ വിട്ടില്ല. അവളും രാവിലെ എണീറ്റ് പോയതാണ്. അപ്പൊ പിന്നെ ഇന്ന് സാറ്റർഡേ ഇല്ല, ഒരു ദിവസമെങ്കിലും അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. അപ്പം സാധാരണ എന്നും കൊണ്ടുപോകുന്നേണ്. ഏറ്റവും ചോറ് കഴിച്ചിട്ട് അതുപോലെ അവളുടെ കൂടെ കിടന്ന് ഉറങ്ങി കേട്ടോ. അത് കാരണം വിട്ടില്ല. അവർ പറഞ്ഞ് 3 o'clock കിടന്നിട്ട് 4 o'clock വിളിച്ചാൽ മതിയെന്ന്. ഞാൻ വിളിച്ചിട്ട് രണ്ടുപേരും എണീറ്റില്ല. പിന്നെ ഞാനും കിടന്ന് ഉറങ്ങിപ്പോയി. ഇന്ന് എന്തായാലും ക്ലാസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ടീ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ഇവാനയ്ക്ക് എന്നും ഞാൻ ചായ ഇട്ട് വയ്ക്കും കേട്ടോ. പക്ഷെ അവൾ ഒരു ദിവസം കുടിക്കാറില്ല, ചില ഡേയ്സ് മാത്രം വന്ന് കുടിക്കും, വേണമെന്ന് പറയും. മിക്ക ദിവസവും കുടിക്കാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ രാവിലെ ഏട്ടാ ഇവാനെ ഡാൻസിന് പോയിട്ട് വരുമ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ, നല്ലൊരു ചായക്കട കേട്ടോ. അപ്പോൾ അവിടെ നല്ല വെട്ട് കേക്കും നെയ്യപ്പം ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ രാവിലെ കൊണ്ടുവന്നതാണ്. കേക്കൊക്കെ നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഞാനപ്പോൾ ഒരു കേക്കും കൂടെ കഴിക്കാമെന്ന് കരുതി. ഇന്ന് ഞാൻ രാവിലെ തൊട്ട് ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഗൈസ്.
അങ്ങനെ കുളിയെ കഴിഞ്ഞത് വിളക്കും കത്തിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ആണ് നമ്മുടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും യുവാനയും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പം അവരുടെ സ്കൂളിൽ എല്ലാ ദിവസവും ഹോംവർക്ക് ഇല്ല, ഫ്രൈഡേ മാത്രം ഹോംവർക്ക് കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഹോംവർക്കിൻ്റെ ടൈമാണ്. എല്ലാ വീട്ടിലും അറിയാമല്ലോ, കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഹോംവർക്ക് ചെയ്തുമ്പോഴാണ് അമ്മയും മക്കളും തമ്മിൽ അടി ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് ഹോംവർക്കേ ഉള്ളൂ കേട്ടോ, ഒരു ഇംഗ്ലീഷും ഒരു മാത്സും മാത്രമേ ഉള്ളൂ ഹോംവർക്ക്. അപ്പോൾ അത് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവളിരുന്ന് എഴുതിക്കോളും, നമ്പേഴ്സും ഇതൊക്കെ പെട്ടെന്ന് ABCD ഫുൾ അറിയാം അവൾക്ക്. അപ്പോൾ ഇവരുടെ സ്കൂളിൽ പിന്നെ നമ്മളങ്ങനെ അവളെ ഇരുത്തി പഠിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ, അവർ തന്നെ എല്ലാം പഠിപ്പിച്ച് തന്നെയാണ് വിടുന്നത് കേട്ടോ. ഈവൻ എക്സാമിന് പോലും നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ കംപ്ലീറ്റ്ലി പഠിച്ചിട്ടായിരിക്കും വരുന്നത് അവിടെ നിന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ. ഈ പുൽക്കൂട് നമ്മൾ ഇവാനെ ജനിച്ചപ്പോൾ മേടിച്ച കേട്ടോ, 5-6 വർഷമായതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സാൻഡയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. ഒരു സാധാരണ ദിവസം എൻ്റെ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.